മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയതിൽ വിശദീകരണവുമായി ഇഡി. ഫണ്ട് ഉപയോഗിച്ച് കിഫ്ബി ഭൂമി വാങ്ങിയത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണ്. 466 കോടി 91 ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങി. മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും ഇഡി വ്യക്തമാക്കുന്നു. അതേസമയം മസാല ബോണ്ടിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിക്ക് പരിഗണിക്കാനാകുമോ എന്നതിൽ വാദം കേൾക്കും. നേരത്തെ വിഷയം പരിഗണിച്ച ഡിവിഷൻ ബെഞ്ചാണ് വാദം കേൾക്കുക. വിഷയം സുപ്രീംകോടതി പരിഗണിക്കുന്നതിനാൽ ഹൈക്കോടതിക്ക് വാദം കേൾക്കാനാകില്ലെന്നാണ് സർക്കാർ വാദം. എസ് ശരണും ശ്യാം ദേവരാജും നമുക്കൊപ്പം. എസ് ശരൺ, മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മസാല ബോണ്ട് ഇടപാടിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നുകൂടി ഇഡി വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ചത് 2672.80 കോടിയാണെന്നുള്ളതാണ് ഇഡി പറയുന്നത്. ഇതിൽ 466.91 കോടിയാണ് കേസിനെ ആസ്പദമായ സംഭവം. അതായത് 466.91 കോടി ഉപയോഗിച്ച് കിഫ്ബി ഭൂമി വാങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് ഫെമ ചട്ട ലംഘനം എന്നുള്ളതാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ വർഷം അവസാനം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ഇഡി പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ മാസം 12-ാം തീയതി മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്, കിഫ്ബി സിഇഒ ആയ KM എബ്രഹാം അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നുള്ളതാണ് ഇഡി പറയുന്നത്. ഫെമ കേസ് ആയതിനാൽ തന്നെ അഭിഭാഷകൻ മുഖേനയോ അല്ലെങ്കിൽ മറ്റ് പ്രതിനിധി മുഖേനയോ ഇത്തരത്തിൽ മറുപടി നൽകിയാൽ മതിയാവുമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തൃപ്തികരമാണോ എന്നുള്ളത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പരിശോധിക്കും. അങ്ങനെ തൃപ്തികരമായ മറുപടി അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പിഴ ഒടുക്കാനുള്ള നിർദ്ദേശത്തിലേക്ക് കൂടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ 466 കോടിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു കണ്ടെത്തൽ ഇഡി നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വിശദീകരണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ഈ 466 കോടിയുടെ 300% പിഴ ഒടുക്കാനുള്ള നിർദ്ദേശവും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആ ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇനി നടക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എന്തായാലും ഇതിൽ ഇപ്പോഴും കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വിശദീകരണം ഇപ്പോഴും പ്രതികരണം വന്നിട്ടില്ല. അവർ എന്താണ് ഇനി അടുത്ത മൂവ് എന്നുള്ളതാണ് കോടതി ഇത് ചോദ്യം ചെയ്തുകൊണ്ട്, ഈ കാരണം കാണിക്കൽ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കേസ് നിയമക്കുരുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഓക്കെ, ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ഉണ്ട്. ശ്യാം ദേവരാജ്, മസാല ബോണ്ടിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ആ ഹർജി സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഹർജി കൂടിയാണ്, അല്ലെങ്കിൽ ആ വിഷയം നിൽക്കുന്ന വിഷയം കൂടി ആയതിനാൽ ഹൈക്കോടതിയിൽ എങ്ങനെയായിരിക്കും ഈ വാദം കേൾക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്താണ്? മസാല ബോർഡിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഒരു ഹർജിയാണ് 2020 ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ അഭിഭാഷകൻ മാത്യു എ കുഴൽനാടനാണ്, കോൺഗ്രസിന്റെ MLA. ഈ വിഷയം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് സർക്കാർ ഇതിൽ ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കുന്നുവെന്നും അതുകൊണ്ട് ഹൈക്കോടതിക്ക് വാദം കേൾക്കാനാവില്ല എന്ന കാര്യവും കൂടി സർക്കാർ നിലപാടെടുത്തത്. തുടർന്നാണ് ഹൈക്കോടതിക്ക് ഈ വിഷയം പരിഗണിക്കാനാകുമോ എന്നതിൽ വാദം കേൾക്കാൻ ഹൈക്കോടതി തീരുമാനിക്കുന്നത്. നേരത്തെ വിഷയം പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് തന്നെ വാദം കേൾക്കട്ടെ എന്ന നിലപാട് കൂടി ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ നേരത്തെ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച്, അതായത് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തന്നെയായിരിക്കും ഈ വിഷയം പരിഗണിക്കുക. അവരായിരിക്കും ഈ ഹർജി നിലനിൽക്കുമോ, ഹൈക്കോടതിക്ക് പരിഗണിക്കാനാകുമോ എന്ന കാര്യം പരിശോധിക്കുക. മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ വിഷയം നേരത്തെ പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബെഞ്ചിലേക്ക് ഈ ഹർജി വിടുകയും ചെയ്തു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ശ്യാം ദേവരാജ്.